ഇടയിൽ ക്യാമിയോ പോലെ ലാലേട്ടന്റെ ഒരു ആശാ ശരത്തിന്റെ ലാസ്റ്റ് ഒരു കിടില ഒരു കംബാക്ക് ഉണ്ട്. കിടില്ല ജയറാമട്ടൻ കരഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു മെഴുകി തിയേറ്ററിൽ ഇരുന്നുണ്ട്. വെൽക്കം ബാക്ക്. ഒരിടവേളയ്ക്ക് ശേഷം മലയാളികളുടെ പ്രിയപ്പെട്ട ഫാമിലി സ്റ്റാർ ജയറാം തിരിച്ചെത്തുന്നു. ഫ്രം ദ ഡയറക്ടർ ഓഫ് വടക്കൻ സെൽഫി, ആശകളായിരം, സംവിധാനം ജി പ്രജിത്ത്. അപ്പോൾ കാളിദാസ് ജയറാമും ആശാ ശരത്തും ഇഷാനി കൃഷ്ണയൊക്കെയാണ് മെയിൻ റോൾസിൽ എത്തുന്നത്. ജൂഡ് ആൻ്റണി ജോസഫ് കൂടി ചേർന്നാണ് സിനിമയുടെ കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആശകളായിരം കണ്ടിറങ്ങി ഓടിച്ചോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. നേരെ റിവ്യൂലേക്ക്. ഗുഡ് എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ഭയങ്കര ഫീൽ ഗുഡ് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഒരു കണക്ട് ആവുന്ന ഒരു പടമാണ്. എന്താ പറയുക, അച്ഛൻ മകൻ ബന്ധം ആ രീതിയിൽ പോകുന്ന ഒരു പടമാണ്. പഴയ ജയറാമേട്ടൻ ജയറാം എന്ന് പറയുമ്പോൾ ഒരു ടച്ച് വരുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ. ഫാമിലി സ്റ്റാർ കംബാക്ക് ഒരു ഫാമിലി സ്റ്റാർ കംബാക്ക് അല്ല ബ്രോ, പടം കൊള്ളാം. ഒരു നല്ല ഫാമിലി ഡ്രാമയാണ്. പടം കണ്ടുകൊണ്ടിരിക്കുക. ആദ്യത്തെ ഒരു കുറച്ച് സമയമൊക്കെ നല്ല ബോറായിട്ട് തോന്നിയെങ്കിലും പിന്നെ പടം ഓണായി വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ അച്ഛനും മോനും തമ്മിലുള്ള ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്. എനിക്ക് കണക്ട് ആയി. പിന്നെ ജയറാമേട്ടൻ ഒരു പാപ്പമാങ് ആ മൊമെന്റ് ഒക്കെ ഉണ്ട്. സ്റ്റോറി പുതുവും കണ്ടിട്ട് എവിടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ കൊള്ളാം, അത് വർക്കാവും. പടം ഫാമിലിക്ക് ഇഷ്ടപ്പെടും, നന്നായിട്ട് കൊള്ളാം. ഫാമിലി എന്റർടൈനർ പ്രതീക്ഷ അതുപോലെ തന്നെയാണ്. നമ്മൾ ട്രെയിലർ ഒക്കെ കണ്ട പോലെ തന്നെ ഫുൾ ഫാമിലി എന്റർടൈൻമെന്റ് ആണ് പടം. എടുത്തു പറയേണ്ട ഇവരത് കോംബോ 10-22 വർഷം ശേഷം അച്ഛൻ മകൻ ഒന്നിക്കുന്നു. അതൊരു അവർക്ക് ആ കണക്ഷൻ, ആ ബോണ്ടിങ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മുടെ കാളിദാസിന്റെ ആക്ടിങ്ങിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് ഫാർ ബെറ്റർ ആണ്. കാരണം മുൻ പടങ്ങളിൽ അപേക്ഷിക്കുമ്പോൾ ഈ പടം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ലൈക്ക് പുള്ളിയുടെ ഒരു ഇതും കൂടെ അച്ഛൻ ഉള്ളതും കൂടെ ഫാമിലിക്ക് അവർക്ക് അല്ലാണ്ട് ഒരു വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളില്ല. ചെറിയൊരു പടമാണ്. ഇവർ തമ്മിലിടയിലുള്ള ഒരു ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെയാണ്. സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ ആകുന്ന ഒരു കഥയാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല കൊള്ളാം. കൂത്തെന്ന് പറയുന്നത് സംശയമില്ലാത്ത കാര്യം, ജയറാമേട്ടൻ്റെ ഒരു വമ്പൻ തിരിച്ചു വരവ്. കോമഡിയിലായാലും ഡാൻസിലായാലും. കാരണം ഇപ്പോഴും ജയറാമേട്ടന് പ്രായമായോ എന്നൊരു ഡൗട്ട് നമുക്ക് ആ ഒരു ഫീൽ. മലയാള സിനിമയിൽ ഒരു മൂന്നാമനായിട്ടാണോ തിരിച്ചു വരവ്, കംബാക്ക്? ഇല്ല, ഓൾറെഡി മൂന്നാമനായിട്ട് മലയാള സിനിമയിൽ ഉണ്ടല്ലോ അദ്ദേഹം. കാരണം എന്താ പറയുക, ഒരു ഗ്യാപ്പ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടില്ല ഈ പടത്തിൽ. കാരണം നമുക്ക് ഈ ജയറാമേട്ടൻ ഈ സിനിമയിൽ കാണുമ്പോൾ ഒരു ഇടവേളകൾക്ക് ശേഷം വരുന്ന ജയറാമേട്ടനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഓവറോൾ നല്ല പാട്ടുകൾ, നല്ല സെന്റിമെന്റൽ സീനുകൾ, നല്ല കോമഡി. പഴയ ഒരു പാട്ടിനെ ഒരിക്കൽ കൂടെ എടുത്തിട്ടുണ്ട്, അതിനെ അടിച്ചു പൊളിച്ചു. ഇടയിൽ ക്യാമിയോ പോലെ ലാലേട്ടന്റെ ഒരു പടത്തിനുള്ളിലൊരു ലാലേട്ടനെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് കുറെ കൂടെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫാമിലി എന്റർടൈനർ പ്രതീക്ഷ അത്രയ്ക്കൊന്നും ഇല്ല, ഒരു ആവറേജ്. എങ്ങനെയാണ് സ്റ്റോറിയും വലിയ ഇതൊന്നും ഇല്ല, ഒരു ബേസിക് സാധനങ്ങൾ. നമ്മൾ പഴയൊരു ജയറാം മൂവി കണ്ടിറങ്ങുന്ന ഒരു ഫീൽ ഗുഡ് അങ്ങനെയാണോ? കൊള്ളാം, ബാക്കി എല്ലാരും ആവറേജാ. കാളിദാസിന്റെ ആക്ടിംഗ് ഒക്കെ അത്ര ഒരു കാര്യം ഞാൻ പറയാം, നല്ലൊരു കുടുംബ ചിത്രമാണ്. ജയറാമേട്ടൻ്റെ കിടില അഭിനയം, അതുപോലെ ആശാ ശരത്ത് അടിപൊളിയാണ്, കാളിദാസിന് അടിപൊളിയാണ്. ലാസ്റ്റ് നമുക്ക് ക്ലൈമാക്സ് ഒക്കെ നമ്മളെ കണ്ണ് നനയിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം, എന്നെപ്പോലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന ഒരുപാട് കഴിവുള്ള കലാകാരന്മാരുണ്ട്. പക്ഷേ സിനിമാക്കാർക്കും പ്രൊഡ്യൂസർമാർക്കും എല്ലാവർക്കും ഡയറക്ടർമാർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാലും ഒരുപാട് കഴിവുള്ള പാവപ്പെട്ട എന്നെ പോലുള്ള ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാത്തെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമ കണ്ടിട്ട്. പിന്നല്ലാതെ ഒരുപാട് പേരുടെ എന്നെ പോലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് അനുഭവങ്ങളാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സിനിമയെങ്കിലും കണ്ടിട്ട് ഒരുപാട് പേർക്ക്, എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് പേർക്ക് ഈ ഗോപാലനായിരുന്നാലും ശരി തന്നെ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. പുള്ളി ഒരുപാട് അവസരങ്ങൾ കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. മലയാളികൾ ആഗ്രഹിച്ച കംബാക്കാണ് ജയറാം. അതെ, നല്ല കിടില മൂവി. ഞാൻ അതല്ലേ പറഞ്ഞത്, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് അവസരം കൊടുക്കണം. അല്ലാതെ കുറെ ഡാപ്രോളികൾക്ക് അഭിനയിക്കാറുണ്ട്, ഡാപ്രോളികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാളിദാസ് ജയറാം എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. അതിനെക്കാട്ടി ജയറാമേട്ടൻ ഞെട്ടിക്കുന്നു. പിന്നെ ആശാ ശരത്തിന്റെ ലാസ്റ്റ് ഒരു കിടിലൊരു കംബാക്ക് ഉണ്ട്. കിടില്ല, ഒന്നും പറയാനില്ല, എല്ലാവരും അത് കാണണം. സിനിമ ആക്ച്വലി ഒരു ഫാമിലി മൂവിയാണ്. അത്യാവശ്യം എന്റർടൈനിങ് ആണ്, കോമഡി ഉണ്ട്, എല്ലാവർക്കും കാണാവുന്ന ഒരു ഫാമിലിയായിട്ട് ഒന്ന് കാണാവുന്ന ഒരു മൂവിയാണ്. ഒരു ഇമോഷനൊക്കെ വെച്ചിട്ടുള്ള സെക്കൻഡ് ഹാഫ് വളരെ ഇമോഷണലാണ്, വളരെ നല്ല രീതിയിലാണ് പെർഫോമൻസ് എല്ലാം വന്നിട്ടുള്ളത്. ജയറാമേട്ടൻ്റെ ആക്ടിങ് അടിപൊളിയാണ്. ഫാമിലി ഓഡിയൻസിന് മെയിൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഹിറ്റ് ആവും. എസ്പെഷ്യലി ഫാമിലി ഓഡിയൻസ് ആണ് മെയിൻ ആയിട്ട് വരേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു അത്യാവശ്യം നല്ല മൂവി. എങ്ങനെ അത്യാവശ്യം കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. പഴയ ഒരു വൈബാണോ അതോ പുതിയൊരു ക്യാരക്ടർ ആയിട്ടാണോ? ജയറാമിന്റെ പഴയ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കണ്ടോണ്ടിരിക്കുക. അല്ല, സത്യം പറഞ്ഞ ഒരു തിരിച്ചുവരവെന്ന് പറയാം. നല്ല രസത്തിൽ എടുത്തിട്ടുണ്ട്, ഭംഗിയുണ്ട്. അച്ഛനും മകനെയും കൂടെ ഒരു സ്ക്രീനിൽ തന്നെ കാണാൻ വേണ്ടി. അവർ വരുന്ന കോംബോ ഒക്കെ പണ്ടും വിജയിച്ചിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് മുതിർന്നിട്ട് വരുന്ന ഒരു സംഭവമാണല്ലോ കാളിദാസൻ. അത് നല്ല രസമായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മൾ ആശാനി കണ്ട പോലെ ഒരു സിനിമ തന്നെയാണ് ഇതിലും സബ്ജക്റ്റ്.
ഇതും അതെന്ന് പറഞ്ഞാൽ ഒരു സിനിമ മോഹിച്ച് നടക്കുന്ന ഒരാളുടെ കഥയാണ്. പിന്നെ അത് അവസാനം എല്ലാവരും ഒന്നിക്കുന്നതാണ് ആ ഒരു സംഭവം. അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പടത്തിന് സ്പോയിലർ ആക്കിയുള്ളൂ. ചില പടങ്ങളിലെ ഇതൊക്കെ ഉണ്ട്, അവർ തന്നെ ജയറാമേട്ടൻ്റെ മൂവീസിൻ്റെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഇതിലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വന്നപ്പോൾ നല്ല രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് തിയേറ്ററിൽ കണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു പടമാണ്. എനിക്ക് ഇന്നലെ ആശാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇത് ഓരോ സിനിമകൾ ആഗ്രഹിച്ച് നടക്കുന്ന നടന്മാരുണ്ട്, അവർക്കൊക്കെ അത്യാവശ്യം ഒരു മോട്ടിവേഷൻ പോലെയൊക്കെ തോന്നുന്ന ഒരു സംഭവമാണ്. അടുത്ത മാസം വീഡിയോ വരുമോ? അത് വീഡിയോ വരുമ്പോൾ പടം കൊള്ളാം. ആ സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല ഇമോഷണലായി. ജയറാമേട്ടൻ കരഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു മെഴുകി തിയേറ്ററിൽ ഇരുന്നിട്ട് കൊള്ളായിരുന്നു. പഴയ ഒരു ഫാമിലി സ്റ്റാർ കംബാക്ക് എഫക്റ്റ് കിട്ടി. ഒരു ഇതുണ്ട്. തിയേറ്റർ വാച്ചിന് ഒരു ഫാമിലി ആയിട്ട് എടുക്കും. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. കൊള്ളാം. ഓക്കെ, ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ സിനിമയാണ്. സ്റ്റോറി എങ്ങനെ മുന്നേ വന്നിട്ടുള്ള ഫീൽ ഗുഡ് സിനിമകളുടെ സ്റ്റോറി പോലെ നല്ല വെറൈറ്റി ആണെന്ന് തോന്നുന്നു. കോംബോ ഒക്കെ വർക്കായി ഇവരുടെ അച്ഛൻ മകൻ കോംബോ. ആശ ശരത്തും ജയറാമേട്ടനെയും കോമ്പോ നന്നായിരുന്നു. ഓക്കെ, ഒരു ലാഗും കാണാൻ ഫീൽ ചെയ്തതോ? ലാഗും അങ്ങനെ ഫുൾ ഒരു ഇടയ്ക്ക് കുഴപ്പമില്ല, എന്നാലും ഫാമിലിക്കൊക്കെ വർക്കാവും. നല്ല പടമാണ്. ജയറാമിൻ്റെ നല്ലൊരു പടമാണ്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫാമിലി ഓഡിയൻസിന് നല്ലൊരു പടമായിരിക്കും. പഴയ റെഫറൻസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഉണ്ട്, അതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.